റമദാനൊക്കെ അല്ലേ, നമുക്ക് എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ പെട്ടെന്ന് പണി തീരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പത്തിരി കുഴച്ച് പരത്തിയെടുക്കാം. നല്ല ചൂടാണെങ്കിൽ പോലും ഒട്ടും തന്നെ കൈ പൊള്ളത്തില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കോ, പെട്ടെന്ന് പണി തീരുവേ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഈ ചില്ല് കപ്പിൽ 6 കപ്പ് വെള്ളം കേട്ടോ. ഈ 6 കപ്പ് വെള്ളത്തിന് 3 കപ്പ് അരിപ്പൊടി ഉണ്ട് ഇട്ട് കൊടുക്കുന്നത്, വറുത്ത അരിപ്പൊടി. അപ്പം പൊടിയുടെ ഇരട്ടി വെള്ളം കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ 6 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉപ്പും ചേർത്ത് കൊടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ അതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നാണെന്നറിയാമോ, നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് നമുക്ക് പത്തിരിക്കേ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയായിട്ട് എടുത്തേക്കുന്നത്. ഈ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെ പുട്ടിൻ്റെയൊക്കെ വറുത്ത അരിപ്പൊടിയിൽ അത് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് തീ ഒന്ന് സിമ്മിലേക്ക് ഇടുക, തീ ഓഫ് ചെയ്യണ്ട കേട്ടോ. ആ വെള്ളം തിളച്ചിട്ട് അതിനകത്തേക്ക് തന്നെ പൊടി ഇട്ടിട്ട് ഒരു തവി എന്തെങ്കിലും മരത്തിൻ്റെ തവിയോ സ്റ്റീലിൻ്റെ തവിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടിയിട്ട് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ കിള്ളി. അപ്പോൾ നമ്മൾ 6 ഗ്ലാസ് വെള്ളത്തിന് എടുത്തേക്കുന്ന പൊടി കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ, കണ്ടില്ലേ. പൊട്ട് തന്നെ വെള്ളം കൂടി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇങ്ങനെ സംഭവമില്ലേ, ഒരു ഇടിക്കുന്ന ഇടിമുട്ടി, അതെന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇനി ഇടിച്ചിടിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പം ഇത് വേറൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ അതിലൊക്കെ തൂത്തിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലാത്ത രീതിയിൽ നമുക്ക് വേറെ രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഈ സഞ്ചിയില്ലേ, ഈ തുണി സഞ്ചി, നമ്മുടെ ഈ സപ്ലൈക്കോയിലോ അവിടെ നിന്ന് കണ്ടില്ലേ ഇങ്ങനത്തെ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ സഞ്ചിയുടെ ഉള്ളിലേത്തേക്ക് നമ്മളിതാ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ടൊന്ന് പറക്കിയിടുക. നമ്മൾ വാട്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ പൊടിയുണ്ടല്ലോ, അതിങ്ങനെ അങ്ങനെ തന്നെ ഇതുപോലെ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടിയിടുക കേട്ടോ. കൊട്ടിയിട്ടിട്ട് നമുക്ക് ഈ ഇടിമുട്ടി തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ഇടിച്ചിടിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കൈ പൊള്ളാണ്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ചൂടനായിട്ട് ഇങ്ങനെ നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളുകയും ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര താമസം വരില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ താമസം വരത്തില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ആ കുഴക്കലിൻ്റെ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി നമുക്കൊന്നൊരു ചെറിയ ബക്കറ്റിലേക്ക് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് അന്ന് ഇട്ടുവെച്ചാൽ മതി. അപ്പോൾ എന്നിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് അലമ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സഞ്ചിയിൽ അയക്കുന്ന ഇതുണ്ടല്ലോ അതങ്ങ് പൊക്കോളും, പെട്ടെന്ന് അങ്ങ് പോകും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഉരുട്ടി എടുക്കാം കേട്ടോ. കണ്ടില്ല, എളുപ്പമല്ല, പെട്ടെന്ന് പണി തരും കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇത് ബോൾസാക്കി ഉരുട്ടുന്നത് കണ്ടോ കേട്ടോ. ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ആ ഒരു സ്പോട്ട് നോക്കി ഇങ്ങനെ കണ്ടില്ലേ, ആ ഒരു കറക്റ്റ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടകൾ പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഉണ്ട ഉരുട്ടാനൊക്കെ വിളിച്ചിട്ടുണ്ട്, പിള്ളേർ പോയി പണി നോക്കാൻ പറയുമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരാൾ മതി കേട്ടോ, പെട്ടെന്ന് ആ പണി അങ്ങ് തീരും. ഇതുണ്ടല്ലേ, ഈ കയ്യിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ജസ്റ്റ് ബോളാക്കി അങ്ങ് ഉരുട്ടി എടുത്താൽ മതി. കണ്ടില്ലേ, പറഞ്ഞ നേരം കൊണ്ട് പെട്ടെന്ന് എല്ലാത്തിൻ്റെ പണി അങ്ങോട്ട് തീരും കേട്ടോ. ഇനി നമുക്ക് പൊടി തട്ടാനായിട്ട് വെക്കാം കേട്ടോ. ഇനി പൊടി തട്ടാനായിട്ട് നമുക്ക് എളുപ്പത്തിന് നമ്മുടെ ഈ ഷോളിൻ്റെ കഷ്ണമോ അതല്ലെങ്കിൽ സാരിയുടെ ഷിഫോണിൻ്റെ സാരിയുടെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പീസ് തന്നെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ആ പൊടി ഉണ്ടല്ലോ, നമ്മളെ വറുത്ത പൊടി, ആ പൊടി നമുക്ക് ഇതുപോലെ അതിനകത്തേക്ക് ഇങ്ങനെ അങ്ങ് കൊട്ടാട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിട്ട് വെക്കാം. ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പണ്ടൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പം ഓരോ പത്തിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തട്ടി അപ്പോൾ അപ്പോഴത്തേക്കും ആ പകുതി പത്തിരി ഞാൻ കീറിപ്പോവും. അപ്പോൾ അത്രയും പാടൊന്നുമില്ല. ജസ്റ്റ് പൊടി ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പത്തിരി ഇങ്ങനെ പത്തിരി പ്രസ്സിൽ പരത്തി എടുത്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഉണ്ടല്ലോ ഓരോന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പരത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ പത്തിരി നമുക്ക് പരത്താനും എളുപ്പമുണ്ട്, ഉണ്ട വെട്ടാനും എളുപ്പമുണ്ട്, പൊടി തട്ടിയെടുക്കാനും എളുപ്പമുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഒരു 50, 54, 55ഓളം പത്തിരി ഉണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് പണി തീർന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പത്തിരിയുടെ പണി അങ്ങ് തീരും കേട്ടോ. ഒരാൾ മതി, വേറെ 2-3 ആളൊന്നും ഇല്ല കൂടെ ഇല്ലെങ്കിലും പെട്ടെന്ന് നമ്മളെ വീട്ടിലൊക്കെ ആരും ഇല്ലാത്ത ടൈമിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരാളുടെ ആവശ്യമുള്ളൂ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അത് കോമളച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് പരിപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുള്ള കുഞ്ഞു ടിപ്സിനും വീഡിയോസിനും ഒക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കണമെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. ബൈ.